ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ഫിനാൻഷ്യൽ ആപ്പ് പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഗ്രോ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഞങ്ങളിപ്പോൾ യാത്രയൊക്കെ ചെയ്യുവാണ്. സോ ഈവൻ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോഴും ഇഫ് യു വോണ്ട് ടു ഓപ്പൺ എൻ അക്കൗണ്ട്, ഈ ഒരു ആപ്പിൽ കൂടെ ഇറ്റ്സ് 100% പേപ്പർലെസ് ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു ഓപ്പൺ എൻ അക്കൗണ്ട് ത്രൂ ദിസ് ആപ്പ് ഗ്രോ ആപ്പിൽ തന്നെ ഏകദേശം ഒരു 5,000+ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന, നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് സൂട്ട് ചെയ്യുന്ന അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ലാതെ ഇതിൽ ഫുൾ UPI, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഏത് ടൈപ്പ് പേയ്മെന്റ് മോഡ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. 10 മില്യൺ യൂസേഴ്സിനെയും കാട്ടി യൂസേഴ്സ് ഉണ്ട്. അത് ഗ്രോയിങ്ങും ആണ്. സോ അത്ര ആൾക്കാർ ചെയ്യുമ്പോൾ അതിന് എന്തായാലും ഒരു ട്രസ്റ്റ് വർത്തി പ്ലാറ്റ്ഫോം ആയിരിക്കും. അതല്ലാതെ സപ്പോസ് നിങ്ങൾക്ക് ഇഫ് യു ഓൾറെഡി ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ എനി ഫണ്ട്സ്, അതും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. പാർട്ട് ഓഫ് അവർ ഏർണിംഗ് ഷുഡ് ഗോ ഇൻ ടു അവർ സേവിങ്സ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ഗ്രോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ട്രൈ ചെയ്യുക. ജസ്റ്റ് 2 minutes എടുക്കുള്ളൂ. നിങ്ങൾക്ക് അത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ തൊട്ട് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങാനായിട്ട്. സോ നിങ്ങൾ ഗ്രോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും അതിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും എല്ലാം. അത് just go check it out. It's totally worth it. Investments in the markets are subject to market risk. Read all the related documents carefully before investing. Please read all scheme information documents, key information memorandum and other related documents carefully before investing. Past performances is not indicative of future returns. Hi guys, good morning. അപ്പോൾ നല്ല കിട്ടിലെ ഉറക്കമായിരുന്നു. ഈവൻ ദോ വി ആർ ഇൻ ദ സിറ്റി, ദ റൂം ഇസ് അഗെയിൻ വെരി സൈലന്റ്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് സ്ലീപ്പ്. ആൻഡ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, ഐ ഹേർഡ് ദ സ്പ്രെഡ് ഇസ് അമേസിങ്. ഭയങ്കര നല്ല സ്പ്രെഡാണ് കേട്ടത് ബ്രേക്ക്ഫാസ്റ്റിന്. സോ അതിൻ്റെ കൊതിയാവുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുംബൈ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാൻ. അപ്പോൾ സ്പ്രെഡ് നോക്കിക്കോ. 2 ടൈപ്പ് ചായ, ഷുഗർ ഫ്രീ വിത്ത് ഷുഗർ മസാല ചായ, ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്, ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ്, carrot juice and pineapple juice. Adallade tomato juice, lots of vegetables, different types of cheese, salads. Adallade cornflakes, 4 types of cornflakes mostly. Different types of yogurt, nuts, prunes, almonds, and then sausage, bacon, again sausage. Then the roast chicken, eggs, baked salmon, pepperoni, ham, salami, roast vegetables, tomato, potato, the soup, coriander soup, baked beans, vegetarian, kadla curry, dokla, rice, ഉപ്മാ, ഇത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി, got a special carrot idli, bhaji, medu vada, this is sambar, rolls, lot of rolls, breakfast rolls, cheese, cake, chocolate pudding. Wow, for breakfast there's chocolate pudding, danishes, jams, croissants, donuts, muffins and lots of breads. How amazing is the breakfast spread അല്ലേ? എല്ലാം ഉണ്ട്. ഇറ്റ്സ് അൺബിലീവബിൾ. നിങ്ങൾ ഇത്രയും കാലം താമസിച്ചില്ല, ബിഗ്ഗസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് ഇസ് ഹിയർ. അതും ക്വാളിറ്റി. ബിക്കോസ് ഞാൻ എടുത്ത സാധനങ്ങൾ എന്താണെന്ന് അറിയോ? എല്ലാം മീറ്റാണ്. സ്മോക്ക് സാൽമൺ അറിയാലോ ഇതിൻ്റെ റേറ്റ്. ആൻഡ് ദിസ് ഇസ് ഇമ്പോർട്ടഡ് നോർവേനിയൻ സ്മോക്ക് സാൽമൺ. ഇറ്റ്സ് റിയലി ടേസ്റ്റി. ഓയിസ്റ്റർ ചിക്കൻ എടുത്തു, സോസേജസ് എടുത്തു. അത് പോക്കുണ്ട്, ചിക്കനുണ്ട്. ഐ ടു പോക്ക് സോസേജസ്, ബേക്കൺ ആൻഡ് ഓബ്വിയസ്ലി ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആൻഡ് സം വാട്ടർമെലൺ ജ്യൂസ്. ഇത് വെച്ച് തുടങ്ങാം. അതല്ലാതെ ഇവിടെ ടേബിളിൽ അവർ വെച്ചിട്ടുണ്ട്. സോ യു ക്യാൻ ഓർഡർ ഫ്രം ദീസ് ഓൾസോ. ഇതിൻ്റെ അപ്പുറം ഇനി എന്താ ഓർഡർ ചെയ്യാനാ? പക്ഷേ പാൻ കേക്ക്സ്, വാഫിൾസ്, ഓംലെറ്റ്സ്, ഊത്തപ്പം, പൂരി, ബാജി ഇതെല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരും. ആലു പൊറോട്ട. സോ ഐ ഡോണ്ട് നോ, ദ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് സംതിങ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രം ഈ ഹോട്ടലിൽ വന്ന് താമസിക്കാം. ജസ്റ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് യു ക്യാൻ കം ആൻഡ് സ്റ്റേ ഹിയർ. ഇറ്റ്സ് ദാറ്റ് ഗുഡ്. ഈ ഓയിസ്റ്റർ ചിക്കനൊക്കെ ശരിക്കും കോണ്ടിനെൻ്റലാണ്. ഈ ഓയിസ്റ്റർ ചിക്കനൊന്നും ഒരു ചപ്പാത്തിയോ റൈസോ ഒന്നും വേണ്ട. ജസ്റ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ചിക്കൻ. ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ, എനിക്ക് ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഐ ചിക്കൻ ലൈക്ക് ദിസ്, എന്താ ഒരു റോസ്റ്റഡ് അല്ലെങ്കിൽ ബേക്ഡ് അല്ലെങ്കിൽ ബോയിൽഡ് ചിക്കൻ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് സ്മോക്ക് സാൽമൺ ആണ്. ഇറ്റ്സ് ടു ടേസ്റ്റി. ഐ ലവ് സാൽമൺ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫിഷ് സാൽമൺ ആണ്.
ആൻഡ് ഇറ്റ്സ് സോ ഹെൽത്തി. ഹാർട്ടിനൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്, സ്കിന്നിന് എല്ലാം നല്ലതാണ്. അതുപോലെ ഒരു തുള്ളി ഓയിൽ, ഇറ്റ്സ് ജസ്റ്റ് സ്മോക്ഡ്. സോ I'm so excited to have this breakfast. So excited. സെക്കൻഡ് സെർവിങ്ങിൽ എല്ലാം ഭയങ്കര മിസ് മാച്ച് ആണ്. എനിക്ക് ഡോക്ല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡോക്ല എൻ്റെ സ്വീറ്റ് തന്നെ എടുത്തു. ചോക്ലേറ്റ് മഫിൻ കണ്ടപ്പോൾ അതെന്തായാലും എടുക്കണം. സോസേജസ് എടുത്തു, ചിക്കൻ എടുത്തു, കോക്കനട്ട് റൈസ്. എനിക്ക് റൈസും ഭയങ്കര ഇഷ്ടമാണ്. ഏർലി മോർണിംഗ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റൈസും കുറച്ച് സാൽമണും എടുത്തു. എന്തൊരു മിസ് മാച്ച് അല്ലേ, പക്ഷെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം മിക്സ് ഓഫ് ഫ്ലേവേഴ്സ്. ഡോക്ല ശരിക്കും എന്താ പന്നിയില്ലേ, പന്നി പോലെ ഇരിക്കുന്നു. അത്രയും സോഫ്റ്റാണ്. എല്ലാം ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസും അടിപൊളിയാണ്. ഈവൻ ഓംലെറ്റ് എന്തൊരു ഫുൾ ചീസി ഓംലെറ്റ് പറഞ്ഞിരിക്കുന്നത്, ഒരു മഷ്റൂം ചീസ് ആൻഡ് ബേക്കൺ ഓംലെറ്റ്. എക്സ്ട്രാ ചീസും കൂടെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഓംലെറ്റിൻ്റെ അകത്ത് ഫുൾ ചീസാണ്. പിസ്സ പോലെ ആയിരിക്കും കട്ട് ചെയ്ത് വലിക്കുമ്പോൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിക്കാനായിട്ട് ഞാൻ നല്ല കിഡിലെ ചോക്ലേറ്റ് പുഡിംഗ് എടുത്തിട്ടുണ്ട്, കുറച്ച് വാൾനട്ട്സ്. അതല്ലാതെ ഒരു വാഫിളുണ്ട്, ഫ്രഷ്ലി മെയ്ഡ് വാഫിൾസ് ആണ്. ചോക്ലേറ്റ് സോസ്, എത്ര ചോക്ലേറ്റ് സോസാണ് നോക്ക്. അതിനൂടെ കുറച്ച് വിപ്പ് ക്രീമും പോരെ പോരെ. ഇതിന് കൂടുതൽ അപ്പുറം എന്ത് വേണം ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഇനി ഇവിടുത്തെ ക്യൂമിൻ എന്ന് പറഞ്ഞ കോഫി ഷോപ്പ് ഇസ് വെരി ഫേമസ്. എല്ലാ താജിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ മങ്കീന്ന് ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഉറങ്ങി. ഇനിയിപ്പം കോഫി ഷോപ്പിൽ പോയി നല്ലൊരു കോഫി ടൈം എൻജോയ് ചെയ്യാം. നല്ല കോഫിയും നല്ല സാൻഡ്വിച്ചസും അങ്ങനത്തെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. എന്തായാലും അതൊന്ന് പോയി കാണിച്ചു തരാം. ഐ തിങ്ക് ഇറ്റ്സ് റിയലി നൈസ്. പ്രിയയുടെ സ്റ്റൈലൊക്കെ മാറി. രാജസ്ഥാനിന്ന് വന്നപ്പോഴേക്കും ബോംബെയിലെത്തിയപ്പോഴേക്കും ബോംബെ സ്റ്റൈലായി പോയി. എന്താ പറയാ, സ്റ്റേറ്റ് മാറുന്നതനുസരിച്ച് സ്റ്റൈല് മാറുമോ? കുറച്ചും കൂടെ ഫാഷനബിൾ ഒക്കെ ആയി തുടങ്ങി. മറ്റേത് സൽവാറൊക്കെ ആയിരുന്നല്ലോ കൂടുതൽ. അപ്പൊ ഇതാണ് ക്യൂമിൻ ഷോപ്പ്. ചെറിയ കോഫി ഷോപ്പാണ്, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്. നല്ല കളർഫുള്ളാ, കണ്ടോ? ഭയങ്കര കളർഫുള്ളാ. ലൈറ്റ്സ് നോക്ക് പറയാ. നൈസ് നോ, നൈസ് ചെയർസ്, നല്ല ടേബിള്, കിട്ടുന്ന സ്ഥലം. നൈസ് പ്ലേസ് നോ, പെർഫെക്റ്റ് ഫോർ ഈവനിങ്സ്. ഞാൻ കണ്ടു ലൈറ്റ്സ് ഒക്കെ. നമുക്ക് ഇവിടെ ഇരിക്കാം. വേദുവിനപ്പോൾ ഇവിടെ കിടത്താമല്ലോ. ഗൈസ് ആദ്യമായിട്ട് പ്രിയ പറയുകയാണെ കോഫി ഷോപ്പിൽ വന്നിരുന്ന് കോഫി വേണ്ട, നല്ല ഫുഡും എല്ലാം മതി, ഇന്ന് ഭയങ്കര വിശപ്പൊന്നുണ്ടെന്ന്. അപ്പോൾ ഒരു മിനി ഡിന്നർ പോലെ ആയിരിക്കും, പ്രീ ഡിന്നർ. കാരണം ഇന്നത്തെ ഡിന്നർ കിട്ടുന്ന ഒരു ഡിന്നറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേദുവിൻ്റെ ഇടയ്ക്ക് വേദുവിൻ്റെ ഈ മങ്കീനെ കാണിക്കണം എന്ന്. സ്നഗിൾ മങ്കി അല്ല വേദുവിൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് സാധനം എന്താണെന്ന് അറിയോ? ജെംസ് കുക്കീസ്. കണ്ട മുഖം കണ്ട ചോദിക്കുന്ന കണ്ട വേദു ഭയങ്കര ഇഷ്ടം. വേദുവിന് ജെംസ് കുക്കീസ് നാട്ടിൽ കിട്ടില്ല. ഇത് ജിഞ്ചർ ബ്രെഡ് ക്രിസ്മസ് സ്പെഷ്യലാണ്. എന്നാ വേദുവിന് തന്നെ കഴിക്കണം. കഴിച്ചോ? വേദു കഴിച്ചാൽ വേദുവിനെ കാണുന്ന എല്ലാ പിള്ളേരും കഴിക്കും. അപ്പോൾ വേദു എപ്പോഴും ഫുഡ് കഴിക്കണം കേട്ടോ, തന്നെ കഴിക്കണം കേട്ടോ. വേദു കഴിക്കുന്നുണ്ട എല്ലാ ബേബീസും കഴിക്കും. അപ്പോൾ വേദു കഴിഞ്ഞില്ല, ഇനിയുണ്ട്. അപ്പോൾ വേദു എപ്പോഴും ഗുഡ് ബൈ കഴിക്കണേ. ഗൈസ് പിന്നെ ഞങ്ങൾ രേഖ മേനോൻ്റെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലോട്ട്സ് ഓഫ് ഫൺ. ഞങ്ങളുടെ ഫേവറേറ്റ്, ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് ആങ്കറാണ് രേഖ മേനോൻ. സോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി രേഖ മേനോന്. രേഖ മേനോൻ്റെ ചാനൽ വരും. അതിൽ ഞങ്ങളുടെ ഇന്റർവ്യൂ ഒന്ന് കണ്ടിട്ട് അതിലൊന്ന് കമൻറ്റ് ചെയ്യുക അഭിപ്രായം. ഇറ്റ് വാസ് എ ഫൺ ഇന്റർവ്യൂ കേട്ടോ. ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്ത പോക്ക് ഹോട്ട് ഡോഗ് ആണ്. അത് പക്ഷേ പ്രിയ തട്ടിയെടുത്തിരിക്കുകയാണ്. പ്രിയക്ക് കണ്ടപ്പോൾ കൊതിയായിരുന്നു. നല്ലൊരു ഒപ്പേറ കേക്കും, ഞാൻ അതിൻ്റെ ഒരു ചിക്കൻ റാപ്പും. നല്ല വിശപ്പുണ്ടല്ലേ, ഉറങ്ങിയതിൻ്റെ വിശപ്പാണ്. ഇത്രയും ഭംഗിയുള്ള ഫുഡ് ഇരുന്നിട്ട് പ്ലേറ്റ് പ്രിയ പിന്നെ പ്ലേറ്റിൻ്റെ അഡ്വൈസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ റസ്റ്റിക് പ്ലേറ്റ് വേണം, ഇങ്ങനത്തെ കുത്ത് വേണമെന്ന്. കഷ്ടമാണ് നല്ല ഫുഡ് ഇരിക്കുമ്പോൾ പ്ലേറ്റ് നോക്കുന്നത്. പ്ലേറ്റ് വേണമെന്ന്. ഫുഡ് കഴിക്കുകയും ചെയ്യും, പക്ഷെ പ്ലേറ്റിലാണ് ഫസ്റ്റ് നോട്ടം. എൻ്റെ ആണെങ്കിൽ പ്ലേറ്റിൽ നോട്ടേ ഇല്ല, ഫുഡിലേക്ക് മാത്രം. ഇത് സൂപ്പറാണ് ഉപ്ര കേക്ക്. ഭയങ്കര ഡെൻസ്, കട്ട് ചെയ്തെടുക്കാൻ തന്നെ. എത്ര ലെയേഴ്സാന്ന് നോക്ക്. ലെയേഴ്സൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതിൻ്റെ അകത്ത്. അടിപൊളിയായിരിക്കും. പ്രിയ വേഗം കഴിച്ചില്ലെങ്കിൽ ഡിസേർട്ട് മൊത്തം ഞാൻ തീർക്കുവേ. യു വോണ്ട്?
ഓക്കെ, ഞാൻ ഒരു ഇതിന്റെ ഇത്രയും ഭാഗം വെച്ച് തരാം. ഇത്രയും ഞാൻ കഴിക്കാം. എന്താണ് ഇത്രയും ഭാഗം യു ഈറ്റ്, ഇത്രയും ഞാൻ കഴിക്കാം. അപ്പൊ ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് പോയി വ്ളോഗ് എഡിറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഡിന്നർ ഞാൻ ഒരു ഇവിടുത്തെ കൊങ്കൺ കഫേ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് താലി, കൊങ്കൺ താലി കിട്ടും എന്നാണ് കേട്ടിരിക്കുന്നത്. സോ അത് ഡിന്നർ ട്രൈ ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് പേടിക്കാൻ വയ്യ, കണ്ണ് തുറക്കാൻ വയ്യ. ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയപ്പോൾ ഇപ്പോഴും ഭയങ്കര ടയർഡ്നെസ് മാറുന്നില്ല. അപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഡിന്നറിന് വന്നിട്ട് വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ കിടന്ന് ഉറങ്ങാം. അതേ നടക്കുകയുള്ളൂ. ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് ഇത് ഞാൻ പറഞ്ഞില്ല, ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ കോഫിയിൽ കുറച്ച് ഫുഡ് ഹെവി ആയിട്ട് കഴിച്ചു. ഇനി ഡിന്നർ കഴിക്കണം, അത് ഞാൻ ഓൾറെഡി റിസർവ് ചെയ്തു. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് പേര് എന്നെ മെസ്സേജ് ബഡമിയയിലെ റോള് കഴിക്കണം എന്ന്, അതും മട്ടൻ കബാബ് റോള്. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫുള്ളാണ്, ഐ എം ആക്ച്വലി ഫുൾ. പക്ഷെ എന്നാലും ഇത് കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര്, എസ്പെഷ്യലി അന്തുമൊക്കെ പറയും വലിയ കാര്യമുണ്ടോ ബോംബെ വരെ പോയിട്ട് ഇതൊക്കെ കഴിക്കാതെ വന്നതിന്. അപ്പോൾ ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഈ ബഡമിയയിലെ മട്ടൻ റോള് പറഞ്ഞിട്ടുണ്ട്. ഇത് പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര വെയിറ്റ്. ഇതൊക്കെ കഴിച്ച് ഇനി ഡിന്നറും കഴിക്കണം. എങ്ങനെയാണെന്നറിയില്ല, എന്തായാലും ഇത് റൂമിൽ കൊണ്ടുപോയി കഴിക്കാം. ഈ വേദു ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് മങ്കീനെ വ്ളോഗ് ചെയ്യാൻ പറയും. ഞാൻ വേറെ എന്തെങ്കിലും വ്ളോഗ് ചെയ്താ അറിയാൻ. ഇനി എൻ്റെ അടുത്ത ടാസ്ക്, എനിക്ക് കഴിച്ച് സത്യം പറഞ്ഞാൽ മതിയായി. ഇത് ഒരുപാട് പേര്, എനിക്ക് ഇത്രയധികം ഫുഡ് റിക്വസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല നാട്ടിൽ എവിടെയും. നോക്കട്ടെ, ബഡേമിയ ഇത് കൊളാബേൻ അല്ല, ഇത് ബഡേമിയ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ്. താജ് ഹോട്ടലില്ലേ അതിന്റെ ബാക്കിലും കണ്ടാന്ന്. അവിടെ പോയി കഴിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല, വെളിയിലിരുന്ന് കാറിൽ പാർക്ക് ചെയ്തൊക്കെയാ കഴിക്കണ്ടേ. ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓടിക്കോ ചെയ്തു, നിക്കാടെ ഷൂരാതെ അടുത്ത് കയറരുത്. അവിടെ ഇട്ടോ ഒരു ഗുഡ് ബോയ്. ഇനി പോയി ഓടി കളിച്ചോ, പോയിക്കോ. ഇനി നിങ്ങളെല്ലാരും പറഞ്ഞിട്ട് ചെയ്തില്ല എന്ന് വേണ്ട. ബഡമിയയിലെ മട്ടൻ റോൾ. വേദുവിന്റെ മങ്കീനെ വ്ളോഗ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. ശരി. ഓ മൈ ഗോഡ്, വെറുതെ അല്ല. ഇതില് എന്താ ചപ്പാത്തിയോ റുമാലി റോട്ടി ഒന്നുമല്ല. എന്താ റോളൊന്നും ഒരു ഐഡിയ ഇല്ല. മട്ടൻ കബാബ് ഇസ് ദ ബെസ്റ്റ് എവർ. ടെൻഡർ, ജ്യൂസി, ലിറ്റിൽ ബിറ്റ് സ്പൈസി, ഒരു ബോംബെ മസാല ഫ്ലേവർ ആണ്. അതിന്റെ കൂടെ വേറെ ഒരു സോസും മിൻ ചട്നി ഒന്നുമില്ല. മങ്കീനെ വ്ളോഗ് ചെയ്തു, മങ്കി. അതിന്റെ കൂടെ എഗ് വിട്ടൊരു റോള്. എക്സ്പെൻസീവ് ആണ്, 310. പക്ഷെ വാട്ട് ടേസ്റ്റ്. ടു ഗുഡ്. സജസ്റ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എത്ര ഫുള്ളാണെങ്കിലും ഇത് ഒരെണ്ണം കഴിക്കാൻ പറ്റും. ഒരു ഫുള്ളോ മങ്കീനെ വ്ളോഗ് ചെയ്തു. ഇപ്പൊ മറ്റേത് ക്യാപ്റ്റൻ അമേരിക്ക ബാക്കി കിടക്കുന്നു വേണ്ടാതെ. 2 പപ്പാനി അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ പോപ്പീസിന്റെ ഒരു റാബിറ്റും. എന്തായാലും താങ്ക് യു. പിന്നെ ഇനി കുറച്ചു നേരം കിടന്നിട്ട് വേണം പിന്നെ ഡിന്നറിന് പോയി. മങ്കീനെ വ്ളോഗ് ചെയ്തു. ഓക്കെ, അപ്പൊ ബൈ. ഇത് സമ്മതിക്കുന്നില്ല. ബൈ, ഞാൻ ഇത് എൻജോയ് ചെയ്യട്ടെ. താങ്ക് യു. ബഡേമിയ മസ്റ്റ് ട്രൈ ഇൻ മുംബൈ. അപ്പൊ ഗൈസ്, വീണ്ടും ഞങ്ങൾ ഈവനിങ് കോഫി ഒക്കെ കുടിച്ച് കുറച്ചേരം വന്ന് കിടന്ന് ഇപ്പൊ എഴുന്നേറ്റ് വീണ്ടും ഡിന്നറിന് പോവാണ്. ഇവിടെ ഉഗ്ര ഒരു കൊങ്കൺ കഫേ എന്ന് പറഞ്ഞ കൊങ്കൺ കഫേ അങ്ങനെ എന്തോ നൈസ് റെസ്റ്റോറന്റ് വേർ ദേ സെർവ് ഒത്തന്റിക് കൊങ്കൺ ഫുഡ്. സോ അത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അതൊന്ന് പോയി ട്രൈ ചെയ്യണം. പക്ഷെ ഞങ്ങളുടെ റൂം എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഈവൻ ടു ഇറ്റ്സ് സ്മോൾ, ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. പക്ഷെ ബെഡ് പ്രിയ വേദു ടേക്സ് ലോട്ട് ഓഫ് സ്പേസ്. സോ നമ്മൾ രണ്ടുപേരും ബെഡിന്റെ വെളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാറുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ഞാൻ എന്റെ ഒരു കാലൊക്കെ താഴെ ആയിരിക്കും. വേദു ഇങ്ങനെ ബെഡിൽ കിടന്ന് കറങ്ങാറില്ലേ, ടേൺ ചെയ്യാറില്ലേ വൈൽ സ്ലീപ്പിംഗ്? വേദു രാത്രി കിടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ ഒരു മണിക്കൂർ അങ്ങനെ അപ്പുറത്തും കാലിപ്പുറത്തും. അതെ, അല്ലെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടലാവും, അല്ലെങ്കിൽ കാലപ്പുറത്തും തല ഇപ്പുറത്തും. അതെ, ഇങ്ങനെ കിടക്കുന്നത്. വേദുവിനെ കൂടെ കിടക്കണമെങ്കിൽ ഒരു 1.5 വലിയ ബെഡ് വേണം. പക്ഷെ ഈ ബെഡ് വെരി സ്മോൾ, അതാണ് ഒരു മെയിൻ ഇഷ്യൂ. പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും റൂം ഇസ് വെരി കംഫർട്ടബിൾ. സർവീസസ് ഇതും കൊണ്ട് ലാംപ് ഷെയ്ഡ് ഇസ് വെരി പ്രിറ്റി. ഇറ്റ്സ് വെരി പ്രിറ്റി. ഈവൻ സംതിങ് എൽസ് നോ ഇൻ ദ ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ബാത്റൂമിൽ സ്ലിപ്പറി ആവാൻ വളരെ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പിടിയുള്ളത് ഇറ്റ്സ് വെരി നൈസ്. ഓൾ ഹോട്ടൽസ് ഷുഡ് ഹാവ് ഇറ്റ്. ഈവൻ ഹൗസസ്
എൽഡർലി ആണെങ്കിലും പിള്ളേരൊക്കെ ആണെങ്കിലും സ്ലിപ്പ് ചെയ്ത് വീഴാൻ ഭയങ്കര ചാൻസസ് ഉണ്ട്. സോ ദിസ് ഇസ് ഓൾസോ വെരി നൈസ് ദാറ്റ്. വേദു വന്നു. വേദ് നിക്കവിടെ. അയ്യോ എന്തൊരു സ്പീഡാണ് വേദുവിന് കയറാൻ. ബാക്കിയെല്ലാം കൊണ്ട് സ്റ്റേ വാസ് റിയലി നൈസ്. സർവീസ് എവറിത്തിങ് ഇസ് റിയലി ഗുഡ്. ഹെഡ് ബോർഡ് വാസ് നൈസ്. യാ വേദുവിന് ഹംഗ്രി ആയി. വേദുവിനെ നമുക്ക് സ്പെഷ്യൽ ഫുഡ് വല്ലതും പറയാം കേട്ടാ. ഭയങ്കര ഹാപ്പി വേദു. ഈവൻ എനിക്ക് കൗച്ചും ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇവിടെ ഇരുന്നായിരുന്നു വ്ളോഗ്സ് ഒക്കെ എടുത്തിരുന്നത്. വെരി കംഫർട്ടബിൾ. പക്ഷെ ഇതാണ് പ്രശ്നം കേട്ടോ. ബിക്കോസ് വി ട്രാവൽ വിത്ത് എ ലോട്ട് ഓഫ് ലഗേജ് വി ജസ്റ്റ് വാണ്ടഡ് ദ റൂം ടു ബി ബിഗർ. ഇറങ്ങിയിട്ട് 1 month കഴിഞ്ഞു. ഇങ്ങനെ നീണ്ടോണ്ട് ഇനി നീട്ടില്ല കേട്ടാ. ഇനി വേണമെങ്കിൽ നാട്ടിൽ പോയിട്ടൊന്ന് റീസെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അടുത്ത ട്രിപ്പ് ചെയ്യാം. എയർപോർട്ടിൽ പോകുമ്പോ അവര് വിചാരിക്കും ഇനി നിങ്ങൾ ഇവരെ പറ്റിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോരാടുന്നത്. സംഭവിക്കുന്നില്ല. നേരെ എനിക്കൊരു ബാംഗ്ലൂർ പോയാൽ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് കോർണർ ഹൗസിന് ഭയങ്കര ക്രേവിങ്. വേദു അതെങ്ങനെയുണ്ട് ഞാൻ ചോദിക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം ബാംഗ്ലൂർ പോകാനാണ്. കാരണം എന്റെ നോസ്റ്റാലജിക്കും എനിക്ക് ഫേവറേറ്റ് ആയ കുറെ ഫുഡ് ബാംഗ്ലൂരിലുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ബാംഗ്ലൂർ പോയാലോ. ട്രഫിൾസും കോർണർ ഹൗസും നമ്മുടെ എംപയറും വണ്ണസ്റ്റേയും അങ്ങനത്തെ കുറെ സ്ഥലങ്ങൾ വെറും ഫുഡ് കഴിക്കാൻ മാത്രം. നോ സൈറ്റ് സീയിങ്, നോ ഷോപ്പിംഗ്, നത്തിങ്. ഒരു 2 ദിവസം പോയി വേണ്ട എല്ലാ ഫുഡും കഴിച്ചിട്ട് തിരിച്ചു വരാം ഞാൻ ഒറ്റയ്ക്ക്. നിങ്ങൾ കാണുമോ അങ്ങനത്തെ വ്ളോഗ്? ഈ വേദം ഉണ്ടല്ലോ ഒട്ടകത്തിന്റെ തല ഒടിച്ചു. വേദു കണ്ടോ അതിന്റെ തലയില്ല. രാജസ്ഥാനിന്ന് വാങ്ങിച്ചതാ. ഇതാണ് വേദുവിന് കളിക്കാൻ കൊടുത്ത. വേദുവിന് കളിക്കാൻ കൊടുത്തപ്പോ വേദനല്ല എറിയാ. ഫുൾ എനർജി. നമ്മള് ഇന്ന് ഫുൾ ഉറങ്ങിയതിന്റെ എനർജിയാ. പക്ഷെ നമുക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. അതാണ് ഒരു വിഷയം. നോക്കാം. അപ്പൊ നമുക്ക് ഇനി പോയി ഡിന്നർ കഴിച്ചാലോ. നല്ല അല്ല അത് നല്ല വിശപ്പല്ല, അതെപ്പോഴും ഉണ്ടല്ലോ. ഞാൻ നല്ല റിവ്യൂസ് ഉണ്ട് റെസ്റ്റോറന്റ്. സോ നമുക്ക് പോയി നോക്കാം. It's very nice. That's what. The room is really nice. Just wish the room was bigger. അത് മാത്രമേ ഉള്ളൂ. That's because of our luggage. Yeah, that's what. Yeah, and bed should be bigger. That's all. That's the main thing. Because ഇത്രയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോ കുറച്ച് റിലാക്സ് ആക്കി കിടക്കണ്ടേ. ഇത് രാത്രിയും ഇവനെ അങ്ങോട്ട് തള്ളും ഇങ്ങോട്ട് തള്ളും. അപ്പൊ പോവാ ഡിന്നറിന്. നല്ല രസമുണ്ടല്ലോ പ്രിയ. എന്ത് രസമല്ലേ. നമ്മള് വന്നപ്പോ ഇല്ലായിരുന്നല്ലോ ഇത്. അതായിരിക്കും. അടിപൊളിയായിട്ടുണ്ടല്ലേ വേദു. അത് ഡിയർ അത് ഡിയർ. ഹാപ്പി വേദു ഹാപ്പി. എന്ത് നല്ല അല്ലേ. ഭയങ്കര രസമുണ്ട്. ശരിക്കും ഒരു പാലസ് പോലെ തന്നെ ഉണ്ടല്ലേ. ഈ ചെറുതായിട്ട് ലൈറ്റിംഗ് ഒക്കെ നോക്കി ടേബിളിലെ. ഇവന്റെ സോഫ സെറ്റ് ആൻഡ് ഓൾ ഇസ് റിയലി നൈസ്. നോ, ഇവിടെ the ceiling is also very high. It's looking like a mini. It's actually looking like a palace only. Loud. ഇത്രയും സ്പേഷ്യസ് ഒരു സീറ്റിംഗ് ലോബി ഏരിയ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ. ഇത്രയും ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയത്. ഇറ്റ്സ് ലൈക്ക് എ കോഫി ഷോപ്പ്. നോ, അതാണ് നമ്മുടെ കൊങ്കൺ കഫേ. ദാറ്റ്സ് വൈ വി ആർ ഗോയിങ് ടു ഹാവ് ഡിന്നർ. വിളക്കൊക്കെ കത്തിക്കുക. അത് നമുക്ക് അവിടെ പോകുമ്പോൾ കാണിക്കാം. പക്ഷെ ഏത് കയറി കംഫർട്ടബിൾ ആയിരുന്നു. ഹാപ്പി ആയിട്ടിരുന്നു വേദു. നൈസ് പ്ലേസ്. നോ അല്ലേ. വെരി നൈസ് പെയിന്റിംഗ് ആണോ. വേദുവിന്റെ പെയിന്റിംഗ് വേണോ. പ്രിയ തണുത്തത് പോയി സ്വെറ്ററൊക്കെ എടുത്തോണ്ട് വന്നിരിക്കുവാണ്. ഹോട്ടലിനകത്താണ്, ബോംബെയിൽ ചൂടത്ത്. സോ ഇതാണ് ബ്യൂട്ടിഫുൾ കൊങ്കൺ കഫേ. എന്ത് രസമല്ലേ ഇത്. ദേ റിയലി ലൈക്ക് ദ ലാമ്പ് പ്രിയ. ശരിക്കും ഇറ്റ്സ് വാട്ട് എ ഫീൽ അല്ലേ.
flowers and all that. See this? See the waiting table? Wow. Oh, your favorite. I think you didn't see. See the door. Wow. So nice, no? Yeah. ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവര് ശരിക്കും മാംഗ്ലൂരിന് എവിടെയെങ്കിലും കൊണ്ടുവന്നതായിരിക്കും. Even the kitchen utensils, I think so. The old type of Konkan utensils, like old kitchen utensils, like samples and all this. Restaurant is absolutely beautiful, so pretty. ഞാനിവിടെ ഒളിച്ചിക്കാണേ. വേദും പ്രിയ ഇവിടെ. ഒളിച്ചിക്കാണേ. There is Mama and Vedu. ഞങ്ങളിവിടെ ഒളിച്ച് നിൽക്കുകയാണേ. Hi. And see, this is my favorite place. No, I love. Look at that. Look at that area. So beautiful, a private dining area, and look at the ceiling, how pretty it is. Beautiful place. So അങ്ങനെയാണെങ്കിൽ Nice, no? Yeah. This is really stone, Priya. It's ശരിക്കും stone ആയത്. All this is stone. Now we really feel I'm in some Mangalore or somewhere. Come here. See this? This is also stone pillar. No, this is what proper attention to detail, right? Oh, I love this area. Yeah. Oh, I'm sure the dinner is going to be awesome, as good as this restaurant looks. Beautiful, I liked it. ഇതൊക്കെ നോക്കിയേ പണ്ടത്തെ full. അതേ പറഞ്ഞ പണ്ടത്തെ പാത്രങ്ങൾ ഓൾഡ് യൂട്ടൻസിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഉണ്ണിയപ്പത്തിന്റെ ഇഡ്ഡലിയിലേക്കാണ് തോന്നുന്നു. എനിക്ക് കൊതി വന്നു പറയാ. ലെറ്റ്സ് ഗോ ഹാവ് ഡിന്നർ. കം. Very nice. Very nice. Very nice. Look at this vessels also. Oh, very pretty, no? Look at the restaurant. I loved the ambience. Traditional ആയിട്ടുള്ള ഇതൊക്കെ നോക്കൂ. You know what this is? What is that? This is drinking water. How do you drink this? No, pour in the glass. Oh, പണ്ടത്തെ രീതി തന്നെ. Instead of jug, they are doing it like that. That is so cool, no? I love the lamp. And you know what? Just lift the plate and see this നല്ല plate. weight ഉണ്ടല്ലേ? This is so heavy. Yeah. This is actually copper. Proper copper. plate. Traditional style. Everything is traditional. And now the music is also like very nice. Yeah, very traditional. They serve 2 drinks. So ഒരു buttermilk ഉണ്ട്. What is this? Rose in color? Just drink that. I have no idea what that is. It is buttermilk. Buttermilk. 2 types of buttermilk. And I love the pickle. I love the chammandi also. This one? Very tasty. Nice place, no? Really good place. ഇല്ലു അത് നോക്കി മേളില് ഭരണിയിലെ അച്ചാറൊക്കെ വെക്കൂലേ അതുമാതിരി ഡെക്കറേറ്റ് അത് പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ മേളിലല്ലേ വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ. ഫുൾ ഉണ്ട്. Every place is decorated. Every place is decorated. Every corner. വേദു നോക്ക് എന്തൊരു ഇൻട്രസ്റ്റിലാ പപ്പടം കഴിക്കുന്നതെന്ന്. ഫുഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. എന്തൊരു ഭംഗിയാണ്. ഭയങ്കര രസമാണ്. മതി, നമ്മൾ ഫുഡിനെ കുറിച്ച് റിവ്യൂ വന്നിട്ട് റെസ്റ്റോറന്റ് ആണ് ഫുൾ കാണിക്കുന്നത്. റെസ്റ്റോറന്റ് നല്ലതാകുമ്പോ ഫുഡ് എന്തായാലും നല്ലതായിരിക്കും. അതെ, ദിസ് ഇസ് ഐ തിങ്ക് സോ ടോപ്പ് നമ്പർ 1 റേറ്റഡ് കൊങ്കൺ ഫുഡ് ഇൻ ബോംബെ. ബോംബെയിൽ അറിയാലോ എത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന്. അതിൽ നമ്പർ 1 നമ്പർ 2 കണ്ട ഗൂഗിളിൽ നോക്കിയപ്പോൾ. അതുകൊണ്ട് ഐ തോട്ട് വിൽ കം ഹിയർ. അപ്പോൾ ഗൈസ് താലി വന്നിട്ടുണ്ട്. വി ഓർഡർ എ നോൺ വെജ് താലി, സോ വി ക്യാൻ സാമ്പിൾ എവരിതിങ്. കോതി വന്നിട്ട് എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? കളർഫുൾ ആയിട്ട്. ഇതെന്താ ഫിഷോ? ഞാൻ പറയാം എന്തൊക്കെയാണ്. ദിസ് ഇസ് ഗ്രീൻ മട്ടൺ കറി. ദിസ് ഇസ് ഫിഷ് കറി, കൊങ്കൺ സ്റ്റൈൽ ഫിഷ് കറി. ദിസ് ഇസ് ചിക്കൻ, സാമ്പാർ, സാലഡ്, curd rice, achinga beans, long beans, and fish fry in the middle. Looks amazing, no? Daddy mix ചെയ്തു. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഡാഡി ഇത്. അത് ഡാഡിയുടെ ഫേവറേറ്റ് ആണ് ഇങ്ങനത്തെ ടൈപ്പ് ഫുഡ്. ഡാഡിക്ക് ഫിഷ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിച്ചോ. അപ്പോൾ ഗൈസ് ഞാൻ ഫിഷ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുണ്ടല്ലോ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല. ദിസ് ഇസ് ടു ഗുഡ്, പെർഫെക്റ്റ്ലി കുക്ക്ഡ്. It's all white, perfectly cooked, hardly 2 to 3 minutes cooked, lightly spiced, പക്ഷേ spicy, lightly spiced ആണ്, പക്ഷേ it's spicy. Masala is not overpowering. You can taste the freshness of the fish. Unbelievable way to start the meal. Oh.
ആ കുറച്ച് നാരങ്ങയും കൂടെ ഫിഷ് ഫ്രൈയുടെ മുകളിൽ ഇട്ടുണ്ടല്ലോ, അൺബിലീവബിളി ഗുഡ്. അപ്പോൾ നല്ല ചൂടപ്പം, നൈസ് ഹോട്ട് സ്റ്റീമിങ് അപ്പവും. എന്തിൽ സ്റ്റാർട്ട് ചെയ്യണം? മട്ടണിൽ സ്റ്റാർട്ട് ചെയ്യണോ, ചിക്കനിൽ സ്റ്റാർട്ട് ചെയ്യണോ, ഫിഷിൽ സ്റ്റാർട്ട് ചെയ്യണം? എന്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്? മട്ടൺ. പ്രിയ സ്റ്റെലിംഗ് പ്രിയയുടെ എന്താ പ്രിയയുടെ ഷൂട്ട് ചെയ്യാൻ ടു ഗുഡ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിളി ഗുഡ്. എന്ത് ഫ്ലേവറാ? സ്പൈസിയാ? ചൂടപ്പവും സ്പൈസി ആണോ? അല്ല, മസാല ഫ്ലേവറാ. ഓക്കെ, ടു ഗുഡ്. ലെറ്റ് മീ ട്രൈ. Guys, mutton is really good. Priya പറഞ്ഞു, it's very creamy. It's a thick gravy, creamy gravy. എനിക്കൊന്ന് it's പാലക്കിന് വെച്ചിട്ടുള്ള ഒരു ഗ്രേവിയാണ്. പക്ഷേ ഇവരുടെ ചിക്കൻ is outstanding. It's a bit more spicy, lot of masala. ഗരം മസാലയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇസ് ഗരം മസാല, ക്ലോവ്സ് ഉണ്ട്, സിനമൺ ഉണ്ട്. വെരി സൂതനിങ് ചിക്കൻ കറി, അടിപൊളി. ഫുഡ് ഇസ് റിയലി ഗുഡ്, മൗത്ത് വാട്ടറിങ് ഗുഡ്. നീർദോശ അറിയാത്തവർക്ക് എന്താണെന്ന് എനിക്കും അറിയില്ല. ഞാൻ നീർദോശയും പറഞ്ഞിട്ടുണ്ട്. അതും ഫിഷ് കറിക്കും വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഫിഷ് കറി ഇവിടെ ഉണ്ട്. സ്മാഷിങ് താലി. ഫസ്റ്റ് ടൈം ഐ എം ടേസ്റ്റിംഗ് എ താലി, കൊങ്കണി താലി, ആൻഡ് ഇറ്റ്സ് ബീൻ വണ്ടർഫുൾ. അത്രയും ടേസ്റ്റിയാണത്. നീർദോശ വന്നിട്ടുണ്ട്. നീർദോശയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്ന് അറിയോ? ഫിഷ് കറി. നീർദോശ ആൻഡ് ഫിഷ് കറി ഇസ് പെർഫെക്റ്റ് കോമ്പിനേഷൻ. ആൻഡ് നല്ല ബിഗ് പീസസ് ഓഫ് ബോൺലെസ് ഫിഷ്. പ്രിയ, you have to eat നീർദോശ only with fish curry. എല്ലാം ഭയങ്കര സട്ടിലാണ്. ലൈക്ക് ചിക്കൻ കറി ഒഴികെ ബാക്കിയെല്ലാം ഭയങ്കര സട്ടിലാണ്. അത് ഓവർ സ്പൈസ്ഡ് അല്ല. സോ എവറിത്തിങ് യു ക്യാൻ ടേസ്റ്റ് ദ ഫ്രഷ്നെസ് ഓഫ് ദ മീറ്റ്. മട്ടൻ്റെ ആണെങ്കിൽ യു ക്യാൻ ടേസ്റ്റ് ഔ ദ ടോട്ടൽ മീറ്റി ഫ്ലേവർ. ഫിഷിൻ്റെ ആണെങ്കിൽ യു ടേസ്റ്റ് ലൈക്ക് സീ, ടേസ്റ്റ് ലിറ്ററലി ലൈക്ക് ദ സീ. അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ഫിഷിന്. ഫ്രഷ്നെസ്, ബിക്കോസ് ഓഫ് ദ ഫ്രഷ്നെസ് ഓഫ് ദ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ എല്ലാ ഡിഷസും ഇത്രയും അടിപൊളിയാവുന്നത്. 100% ഷുവർ. അപ്പോൾ ഗൈസ്, ദ ഡിന്നർ വാസ് അമേസിങ്. പക്ഷെ തീർന്നിട്ടില്ല. വെയിറ്റിംഗ് ഫോർ അവർ മെയിൻ ഡിസേർട്ട്. എന്തോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഡിസേർട്ടാന്ന് പറയുന്നു. സോ അതും കൂടെ കഴിയുമ്പോൾ കിഡിലും ഡിന്നറായിരിക്കും. ഞാൻ ഫിഷ് 2 തവണ എടുത്തു. മട്ടൺ ഐ ടുക്ക് ഇറ്റ് 2 times. അപ്പം ഐ ടുക്ക് ഇറ്റ് 2 times. ദീസ് വർ മൈ ഫേവറേറ്റ് ഡിഷസ് ഔട്ട് ഓഫ് ഓൾ ഓഫ് ദിസ് ഇറ്റാലിയിൽ. എനിക്ക് മട്ടനും അവരുടെ ഫിഷ് ഫ്രൈയും അപ്പോൾ കിഡില്. ബാക്കി എല്ലാം നല്ലതാണ്, പക്ഷേ ദീസ് 3 ആർ ദ ബെസ്റ്റ്. ഇനി ഡിസേർട്ട്, അത് പ്രിയയുടെ സെക്ഷനാണ്. അത് ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കില്ല. അത് പ്രിയ വിൽ റിവ്യൂ ദ ഡിസേർട്ട്, അല്ലേ? ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പേ പ്രിയ ചിരി നിർത്താൻ വയ്യ. കാരണം എന്താ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ്? How do they know that I love yellow jalebi? That's my question. And kulfi. It's yellow jalebi and kulfi for dinner. കാണിച്ചു. What combination? See. Kulfi and Yellow jalebi. Just have first yellow jalebi. Priya's favorite. Crispy ആണോ നോക്കട്ടെ. ചൂട്. It's warm jalebi, Priya. Oh, I can hear the crisp. Hot. Can you hear the crispiness? എങ്ങനെയുണ്ട്? Nice, huh? വേദു ഹാഡ് കിച്ചടി. സോ വേദുവിന് ഇനി സ്വീറ്റ് ഇല്ല കേട്ടോ. നൈറ്റ് വേണം. വേദുവിന് കൊടുത്തു നോക്ക്. ഇതിനൊന്നും കൊടുക്കില്ല. എന്താ വേദുവിനൊന്നും കണ്ടില്ലേ? വേദുവിന് അപ്പ തരാം കേട്ടാ ജിലേബി. എന്നാ അമ്മ കഴിച്ചു നോക്ക്. അമ്മ കഴിച്ചു. ഈസ് ഫുൾ. കിച്ചടി കുറേ കഴിച്ചു. നൈസ്. ഗൈസ്, ജസ്റ്റ് സീ, കുൽഫിയുടെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. പ്ലെയിൻ മലായ് കുൽഫി വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ്. ഓ പ്രിയ, കുൽഫി ഈസ് അൺബിലീവബിൾ. ടു ഗുഡ്. അപ്പോൾ എന്തായാലും ദിസ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഐ തിങ്ക് ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ്. ആദ്യമായിട്ട് അല്ലെങ്കിൽ ഹു വാണ്ട്സ് ടു ട്രൈ ദിസ് കൊങ്കൺ ഫുഡ്. ആ വേദുവിന് ജിലേബി ഇഷ്ടപ്പെട്ടു. വേദു ചോദിച്ചു വാങ്ങുന്നു. ഇതേ കഴിക്കുന്നുണ്ട് വേദു. ഗുഡ് ബോയ് കേട്ടാ. അപ്പോൾ ആർക്ക് കൊങ്കണി ഫുഡ് വേണമെങ്കിലും ഐ തിങ്ക് ദ ഫസ്റ്റ് പ്ലേസ് മസ്റ്റ് ബി ദിസ്
കൊങ്കൺ കഫേ. ഇറ്റ്സ് ആഡ് ഗുഡ്. ഐ ടോട്ടലി എൻജോയ് ദ ഡൈനിങ് എക്സ്പീരിയൻസ്. ആൻഡ് പ്രിയയ്ക്ക് ഇപ്പോഴും ഇവിടുത്തെ ആംബിയൻസ് ഏറ്റവും ഇഷ്ടമായത് അല്ലേ? ആൻഡ് ഫുഡ് ഓബിയസ്ലി ആംബിയൻസും ഭയങ്കര ഇഷ്ടമായി. സോ എന്തായാലും ഇനി നന്നായി കിടന്ന് ഉറങ്ങണം. അപ്പോൾ നാളെ ഫുൾ എനർജിയോടെ ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങുന്നുണ്ട്. നല്ല മോൾസും കുറച്ചും കൂടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. പിന്നെ ഗ്രോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഒക്കെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ.